മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി ഞെട്ടിച്ചുകൊണ്ടാണ് പ്രതാപൻ സമനില തെറ്റിക്കൊണ്ട് സത്യങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുന്നത്. ഇതുകൂടി കാണുമ്പോൾ മഹിക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. എങ്ങാനും കണ്ണൻ എവിടെ എത്തി സത്യങ്ങൾ അറിയുകയാണെങ്കിൽ ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചതിന്റെ പേരിൽ തന്നെ വെറുത്തു പോകുമെന്ന് അവൾ ഒരുപാട് പേടിക്കുന്നു. അങ്ങനെ പ്രതാപൻ വാമദേവനെ കാണുന്നുണ്ട്. വാമദേവനെ ദേഷ്യത്തോട് കൂടിയിട്ട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യാണ്. സീമന്തിനിയോട് വാമദേവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഇനി താൻ ശിഷ്ടകാലം ജയിലിലായിരിക്കും. ആ പ്രതാപൻ അങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. എന്തായാലും എൻ്റെ മോളുടെ ജീവിതം, എൻ്റെ മകൻ്റെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ പ്രതാപനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ സീമന്തിനിയോട് പറയുന്നുണ്ട്. മാത്രമല്ല അയാളാണെങ്കിൽ മറ്റൊരു പേടി സ്വപ്നം കൂടി കാണുന്നു. പ്രതാപൻ എല്ലാ സത്യങ്ങളും കണ്ണനോട് പറയുകയും മാർക്കോയും കണ്ണനും ലോപ്പസും ചേർന്ന് വാമദേവനെ കുത്തിക്കൊല്ലുന്നതും അതുകൂടിയാവുമ്പോൾ പ്രതാപന്റെ വായ എങ്ങനെയെങ്കിലും തുന്നിക്കെട്ടിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വാമദേവൻ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും പ്രതാപൻ മറ്റൊരു കാര്യം കൂടി ചെയ്യാണ്. കണ്ണനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് വിളിക്കുന്നു. അങ്ങനെ കണ്ണൻ ഇയാൾ എന്തിനു തന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് മുത്തശ്ശി വന്ന് ഫോൺ വാങ്ങുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും പ്രതാപൻ സത്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞേനെ. അങ്ങനെ മുത്തശ്ശിയോട് വളരെയധികം ദേഷ്യത്തോടു കൂടിയിട്ട് ഒരു ഭ്രാന്തനെ പോലെയൊക്കെയാണ് പ്രതാപൻ പെരുമാറുന്നത്. അത് സഹിക്കാനാവാതെ ആ മുത്തശ്ശിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്നും ഇവനെ തുറന്നു വിട്ടാൽ ഉറപ്പായിട്ടും കമലേശ്വരത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് കണ്ണനെ കണ്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയും. പിന്നെ എൻ്റെ മോനെ എനിക്ക് കാണാനായിട്ട് കഴിയില്ല, എൻ്റെ കൊച്ചുമോളുടെ ജീവിതം എന്നേക്കുമായിട്ട് നശിക്കും. അങ്ങനെ വാമദേവൻ വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറയുകയാണ്. കണ്ണനെ ഫോണിൽ വിളിച്ച് സത്യങ്ങൾ പറയാൻ അവൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ തടുത്തു നിർത്തുമെന്ന് എനിക്ക് പോലും അറിയില്ല. നീയൊക്കെ കൂടി കാണിച്ചു കൂട്ടിയത് എൻ്റെ മകൻ്റെയും കൊച്ചുമോളുടെയും എല്ലാം ജീവിതം നശിപ്പിക്കാൻ ഉള്ള കാര്യങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നമ്മേ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ചെയ്തു കൂട്ടിയത്. എന്തായാലും ആ വിശ്വനാഥൻ അവൻ ഇങ്ങനൊരു പണി തരുമെന്ന് കരുതിയില്ല. എങ്കിലേ കേട്ടോ, ആ കണ്ണൻ ഇങ്ങോട്ട് വരാതെ നോക്കുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലതെന്ന്. അങ്ങനെ വാമദേവനും മുത്തശ്ശിക്കൊപ്പം അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ്. കാരണം എന്തിനാണ് പ്രതാപൻ തന്നെ വിളിച്ചത്? തൻ്റെ അച്ഛനെക്കുറിച്ചാണ് പറയാമെന്ന് അവന് ഉറപ്പാവുന്നുണ്ട്. കാരണം കണ്ണൻ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. പ്രതാപനായിരിക്കുമോ അച്ഛനെ ലോറി ഇടിച്ച് കൊന്നത്? തൻ്റെ അവസ്ഥയ്ക്ക് കാരണം പ്രതാപനായിരിക്കുമോ എന്നൊക്കെ അത് മഹിയോട് അവൻ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ മഹിയെ ഫോൺ വിളിച്ച് പ്രതാപൻ വിളിച്ച കാര്യം കണ്ണൻ അറിയിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മഹിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അയാൾ എന്തിനാ കണ്ണേട്ടനെ വിളിച്ച്? എനിക്കറിയില്ല മഹി, അച്ഛനെക്കുറിച്ചാണ് പറയാൻ വന്നത്. എൻ്റെ മനസ്സ് പറയുന്നു ഒന്ന് അവിടം വരെ ചെന്ന് അയാളെ ഒന്ന് കാണാനായിട്ട്. കണ്ണേട്ടൻ പോകേണ്ട, ഇപ്പോൾ പോയാൽ ശരിയാവില്ല. അല്ല മഹി, എന്തായാലും ഞാനൊന്ന് ചെല്ലട്ടെ. അങ്ങനെ കണ്ണനാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കണ്ണൻ വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് ആകെ ഷോക്കാവുകയാണ് മുത്തശ്ശി. മുത്തശ്ശിയാണെങ്കിൽ ഇക്കാര്യം വാമദേവനെ അറിയിക്കുന്നുണ്ട്. വാമനാണെങ്കിൽ ആകെ പേടിച്ച് പ്രതാപന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഇനി കണ്ണന്റെ അരികത്തും സത്യങ്ങൾ തുറന്നു പറയരുത്, അവൻ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, കണ്ണൻ വന്നോ? ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു, എനിക്ക് സത്യങ്ങൾ പറയാനായിട്ട് പറ്റിയില്ല, അവൻ എത്രയും പെട്ടെന്ന് ഈ റൂമിനകത്തേക്ക് കയറ്റി വിടുന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ അലറി വിളിക്കുന്നു. ഈ സമയം വാമദേവന് മനസ്സിലാവുകയാണ് എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോയെന്ന്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ കണ്ണനെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽക്കൽ വെച്ച് തന്നെ തടയുകയാണ്. അങ്ങനെ കണ്ണ കണ്ണ എന്ന് വിളിച്ച് പ്രതാപനാണെങ്കിൽ ആ റൂമിൽ കടന്ന് ബഹളം വെക്കുന്നുണ്ട്. വാമനും വേഗം തന്നെ പുറത്തേക്ക് വരികയാണ്. അല്ല, എനിക്ക് പ്രതാപനെ ഒന്ന് കാണണമായിരുന്നു, അയാൾ ഇനി ഫോണിൽ വിളിച്ച് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. അത് മോനെ ഇപ്പൊ കാണണ്ട, അയാളുടെ അവസ്ഥ അത്ര ശരിയല്ല. ഇപ്പോ എല്ലാവരെയും ബഹളം വെച്ച് വേണ്ടാത്തതൊക്കെ വിളിച്ച് പറയുകയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും കുഴപ്പമില്ല, എനിക്കൊന്ന് കണ്ടേ മതിയാകൂ. അങ്ങനെ കണ്ണനെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് വാമദേവനും മുത്തശ്ശിയും ചേർന്ന് തിരിച്ചു വിട്ടയക്കുന്നുണ്ട്. ഈ സമയങ്ങളൊക്കെ തന്നെ മഹിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ്. എന്തെങ്കിലും സത്യങ്ങൾ കണ്ണേട്ടനോട് പറഞ്ഞു കാണുമോ എന്ന് അവൾ ആകെ ഭയക്കുന്നു. ലേഖയും അനന്തവും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും മഹിക്കാണെങ്കിൽ അതൊന്നും തുറന്നു പറയാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് കണ്ണനാണെങ്കിൽ ആകെ വിഷമത്തിൽ നേരെ എത്തുന്നത് ലേഖയുടെ വീട്ടിലേക്ക് തന്നെയാണ്. അവിടെ വെച്ച് മഹി കണ്ണനെ ഫേസ് ചെയ്യാനായിട്ട് പേടിക്കുന്നു. കാരണം സത്യങ്ങൾ എങ്ങാനും അറിഞ്ഞു കാണുമോ. അങ്ങനെ നേരെ കണ്ണൻ മഹിയുടെ അടുത്തേക്കാണ് വരുന്നത്. എന്താ കണ്ണേട്ടാ, എന്ത് പറ്റി? പ്രതാപനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാളെ കാണാനായിട്ട് കഴിഞ്ഞില്ല, എൻ്റെ അമ്മാവനും അവരുടെ മുത്തശ്ശി എല്ലാവരും തടഞ്ഞു, എന്തോ സത്യങ്ങൾ അയാൾക്ക് എന്നോട് പറയാനുണ്ട്, എൻ്റെ അച്ഛനെ കുറിച്ചാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അയാളെ കണ്ടിരിക്കും. അങ്ങനെ മഹിക്കാണെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടുകയാണ്. പിന്നീട് ഈ സമയം കമലേശ്വരത്തിലാണെങ്കിൽ ഉണ്ണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കരുണ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? എങ്ങോട്ടാ പോകുന്നതെന്നോ? ഇവിടെ നിന്നും എന്തൊക്കെയോ വീമ്പളക്കിയിട്ട് പോയ നിന്റെ അച്ഛൻ ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ, അപ്പൊ പിന്നെ ഒന്ന് ചെന്ന് കാണണ്ടേ? അയാളിപ്പോ ഭയങ്കര ബഹളാണത്രേ, ആരെയൊക്കെയോ കൊന്നു എന്നോ തിന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
ആരെയാ ശരിക്കും അയാൾ കൊന്നത്? അയാളായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ആരുടെയിലൊക്കെ ജീവൻ എടുത്തു കാണുമെന്നൊക്കെ പറയുമ്പോൾ ദേ എൻ്റെ അച്ഛനെ അനാവശ്യം പറയരുത്. എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്യിപ്പിച്ചു തന്നെ ആയിരിക്കുമെന്ന് പറയണം. ഓ, അപ്പോ കൊന്നു എന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? ഇനിയിപ്പോ അയാള് എൻ്റെ അച്ഛനെ ആയിരിക്കുമോ കൊന്നു കാണുക? കാരണം എൻ്റെ അച്ഛന്റെ പ്രേതാണല്ലോ അയാൾക്കൊപ്പം ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ? അല്ല, എൻ്റെ അച്ഛന്റെ കൊലയാളിയാണോ നിന്റെ അച്ഛൻ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ഉണ്ണിയും ഏകദേശം സത്യങ്ങളുടെ അടുത്തെത്തിയെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എല്ലാ അവസ്ഥയിലും മഹാലക്ഷ്മിയും കരുണയും മുത്തശ്ശിയും പ്രതാപനും എല്ലാവരും കുടുങ്ങാനായിട്ട് പോവുകയാണ്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.